ജീവനക്കാർക്കെതിരെ വർഗീയ പരാമർശം നടത്തിയതിൽ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഡയറക്ടർ ബി ശ്രീകുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം. തിങ്കളാഴ്ച NGO അസോസിയേഷൻ പ്രതിഷേധ കൂട്ടായ്മ നടത്തും. ബി ശ്രീകുമാറിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് NGO അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ചവറ ജയകുമാർ ആവശ്യപ്പെട്ടു. സ്ഥിരമായ ഒരു വകുപ്പിൻ്റെ ഒരു മേലധ്യക്ഷൻ, അത് മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ഒരു വകുപ്പ്, മതസ്പർദ്ധ വളർത്തുക, സബോർഡിനേറ്റ്സിനെ നിരന്തരമായി മോശമായി പറയുക, വനിതാ ജീവനക്കാരെ ഉള്ള പെരുമാറ്റം, ഇത്തരത്തിലൊക്കെയുള്ള ഗുരുതരമായ പരാമർശം ഒരു ജില്ലയിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളുകൾ ഉന്നയിച്ചിരിക്കുന്നു. അവരതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നു. അടിയന്തരമായി മുഖ്യമന്ത്രി ഈ ആളിനെ മാറ്റി നിർത്തി ഇത് അന്വേഷിച്ച് ഈ പരാതി എന്താണെന്ന് പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കണം. കേരളത്തിലെ മുഴുവൻ സർവീസ് സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട അവരുടെ അന്വേഷണത്തിൽ അവർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഉമേഷ്, ഇത്തരമൊരു ആരോപണം സർവീസ് സംഘടന ഉയർത്തുന്നുണ്ട്. ഒരു നടപടിയിലേക്ക് നയിക്കുമോ കാര്യങ്ങൾ? ഉമേഷ്, തീർച്ചയായും ഇതുവരെ ഒരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരവുമായി കോൺഗ്രസ് അനുകൂല സംഘടനയായ NGO അസോസിയേഷൻ രംഗത്തിറങ്ങാൻ കാരണമായിരിക്കുന്നത്. തിങ്കളാഴ്ച എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമീപത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും. ഇതിൽ എല്ലാ സർവീസ് സംഘടനയിലുള്ള ആൾക്കാരെയും ഇവർ ക്ഷണിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 3-ാം തീയതിയാണ് ഈ പരാതിക്കാസ്പദമായ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ മാസം 3-ാം തീയതി എറണാകുളത്തെ മേഖലാ അവലോകന യോഗത്തിലേക്ക് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മേധാവി ബി ശ്രീകുമാർ എത്തുകയും അവിടെ ഉണ്ടായിരുന്ന ചില ജീവനക്കാരെ വർഗീയമായി അധിക്ഷേപിക്കുകയും ഒപ്പം വനിതാ ജീവനക്കാരെ മറ്റ് ഭാഷകൾ പറഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ആദ്യഘട്ടത്തിൽ ഇവർ ഉമ്മക്കത്ത് എന്ന രീതിയിൽ ചില പരാതികൾ പ്രചരിപ്പിച്ചു. അതിനുശേഷം സർവീസ് സംഘടനകൾക്ക് പരാതി നൽകി. ഈ സർവീസ് സംഘടനകൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെയാണ് NGO യൂണിയൻ, അതായത് ഭരണപക്ഷ അനുകൂല സംഘടനയായ NGO യൂണിയനും പരാതി നൽകിയത്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ്. ഇതുവരെ ഒരു നടപടിയോ ഒരു അന്വേഷണമോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരവുമായി കോൺഗ്രസ് അനുകൂല സംഘടനയായ NGO അസോസിയേഷൻ മുന്നോട്ട് പോകുന്നത്. ഉന്മേഷ്.